നമസ്കാരം. സിൽവർ ഫെദർ ടാരോട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ന്യൂ മൂണാണ്, സോളാർ എക്ലിപ്സ് ഉണ്ട്. ഇതിൻ്റെ നല്ല എനർജി വേരിയേഷൻ ഉണ്ടായിരിക്കും. ഈ സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഗൈഡൻസ്. ന്യൂ മൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ തുടക്കങ്ങളുടെ സമയമാണ്. കഴിഞ്ഞ പാസ്റ്റിനെ പിറകിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ന്യൂ മൂൺ വഴി നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് നോക്കാം. ഹാങ്ഡ് മാൻ, King of Pentacles, Knight of Cups, Five of Cups, Sun. Four of Swords, Ace of Cups. ഇതിൽ കാണുന്നത് കുറേ നാളായി ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ, അതായത് ഒരു പുരോഗതി ഇല്ലാതെ നിന്നെടുത്ത് തന്നെ നിൽക്കേണ്ട ഒരവസ്ഥയിൽ എന്ത് ചെയ്തിട്ടൊരു പുരോഗതി ഇല്ല. ഇപ്പോൾ ജോലിയിലായാലും റിലേഷൻഷിപ്പിലായാലും എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടൊരു പുരോഗതി ഇല്ലാതെ നിന്നിരുന്ന കുറേ ആളുകളുണ്ട്. സാമ്പത്തികമായി, പ്രത്യേകിച്ച് സാമ്പത്തികമായി, അതാണ് ഞാൻ കൂടുതൽ കാണുന്നത്. സാമ്പത്തികമായി വളരെയധികം ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലുണ്ടായിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു ഭാഗ്യം എവിടെ നിന്നോ വീണ് കിട്ടും. ചിലപ്പോൾ വല്ല ലോട്ടറി അടിക്കുന്നതായിരിക്കാം. പെട്ടെന്നൊരു ഭാഗ്യം അവർക്ക് വരുന്നുണ്ട്. ഇത്രയും നാൾ ജീവിച്ചിരുന്ന ആ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇന്നത്തെ ഈ ന്യൂ മൂൺ എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കാലത്തിൻ്റെ ഉള്ളിൽ, അധികം താമസമില്ല, നാളെ മറ്റന്നാളെന്നും ഞാൻ പറയണില്ല, അധികം താമസമില്ല, ആ കാലത്തിനുള്ളിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനുള്ള ഒരു വഴി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള സമൃദ്ധിയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഒരു ഇമോഷണൽ ലോസ്, അതായത് ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യമായ നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച കുറേ പേരുണ്ട്. നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് ഇപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. സൺ കാർഡാണ് വന്നിട്ടുള്ളത്. അതുപോലെ നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് തന്നെ ഇപ്പോഴും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ട ഇമോഷൻ ഒരു പ്രണയബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വൈവാഹിക ജീവിതത്തിൽ ഒരു ബ്രേക്കപ്പോ ഡൈവോഴ്സോ അങ്ങനെ എന്തെങ്കിലും വന്നതായിരിക്കാം. പക്ഷേ ഇപ്പോഴും അത് തന്നെ ആലോചിച്ച് നിങ്ങൾക്കുള്ളതിനെ കാണാതെ നിങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിങ്ങൾക്കൊരു മാറ്റം വേണം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ 10 മടങ്ങ് നല്ല ഒരു ഓഫർ വരുന്നുണ്ട്. ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും ഏത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരു പുതിയ ഓഫർ വരുന്നുണ്ട്. അത് മുന്നത്തേതിനേക്കാൾ വളരെ നല്ലതാണ്. സൺ കാർഡാണ് വന്നിരിക്കുന്നത്. മുന്നത്തേതിനേക്കാൾ വളരെ നല്ലതാണ്. അപ്പോൾ അതെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. അത് അവഗണിക്കരുത്. ഇതിപ്പോൾ ഈ അവഗണിച്ച് നിൽക്കുന്ന പോലെ, ഇപ്പോൾ നിലവിലുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ അവഗണിച്ച് നിൽക്കുന്ന പോലെ ഇനി ഈ അവസ്ഥ പിന്തുടർന്ന് പോകരുത്. ഇത് സ്വീകരിച്ച് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ വലിയ മുന്നേറ്റമാണ് വരാനിരിക്കുന്നത്. വളരെയധികം സന്തോഷങ്ങൾ, വളരെയധികം അഭിവൃദ്ധി, വളരെയധികം സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെയാണ് വരാനിരിക്കുന്നത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം, ചിലപ്പോൾ പെട്ടെന്നൊരു ബ്രേക്കപ്പ് ആയി പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. കുറേ നാളായി ഒരുപാട് നാളായിട്ട് ഇമോഷണലി ഒരാളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് എന്ത് തന്നെ ചെയ്തിട്ട് എന്ത് തന്നെ നിങ്ങൾ നൽകിയിട്ട് നിങ്ങൾക്കൊന്നും തിരിച്ച് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അങ്ങനത്തെ അവസ്ഥ പെട്ടെന്ന് ചാടിപ്പുറപ്പെടാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ച് നാൾ, പക്ഷേ ഈ അവസ്ഥ മാറണം, കുറച്ച് നാൾ നിങ്ങൾക്കൊരു റെസ്റ്റ് എടുക്കാം, ഇമോഷണലി റെസ്റ്റ് എടുക്കാം. അതുപോലെ പല കാര്യങ്ങളിലും ഇതുപോലെ കുറച്ച് പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടത്. വളരെ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ സഹിച്ച് ട്രാൻസിഷൻ സ്റ്റേജിൽ നിൽക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ പക്ഷേ നിങ്ങൾ ഈ റെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവികമായ പിന്തുണ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ ലക്ഷണമായിട്ടാണ് ഏസ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഫുൾഫിൽമെൻറ്റ് തരുന്ന തരത്തിലുള്ള ഒരു പ്രോമിസാണ് ഡിവൈൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ, അല്ലെങ്കിൽ സ്റ്റക്ക് സിറ്റുവേഷൻ മാറണമെന്ന് തന്നെയാണ് ശക്തമായ നിർദ്ദേശം ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവണം. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം എടുക്കുക. പേഴ്സണൽ റീഡിങ്ങിനെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഒരു ടാരോ റീഡിംഗ് എപ്പോഴും ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക. അതായത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗൈഡൻസ്, ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു വെളിച്ചം, അതാണ് നിങ്ങളുടെ സ്വന്തം ബുദ്ധിയും കൂടി ഇതിൻ്റെ കൂടെ ഉപയോഗിച്ച്, നിങ്ങളുടെ സാഹചര്യം കൂടി മനസ്സിലെടുത്ത് സ്വന്തം യുക്തി കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പ്രയോഗിച്ചാലാണ് ആ വെളിച്ചം ഏത് ദിശയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. ട്രസ്റ്റ്. റീകൺസിഡർ. abundance. Within the next few weeks, a year from now, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് കൺഫർമേഷനാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളോട് റീകൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോഴും ഈ പഴയ ബന്ധത്തിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് ഉള്ള ജീവിതം തകർക്കാതെ മുന്നോട്ട് പോകാൻ റീകൺസിഡർ എന്നാണ് പറയുന്നത്. കഴിഞ്ഞതൊക്കെ വിട്ടുകളാം, അതെല്ലാം പോട്ടെ, ഇനി റീകൺസിഡർ ചെയ്തൊരു പുതിയ തുടക്കത്തിലായിട്ട് നിങ്ങൾ നീങ്ങണം എന്നാണ് പറയുന്നത്. ട്രസ്റ്റ് ഇൻ ദ യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രപഞ്ചത്തിന് വിശ്വാസം അർപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ദൈവത്തിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. വിശ്വാസത്തിന് ഭയങ്കര ശക്തിയുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും വിശ്വാസത്തോടു കൂടി ചെയ്താലാണ് അതിന് ഫലം കിട്ടുള്ളൂ. വിശ്വാസത്തോടു കൂടി ചെയ്ത 100% ഫലം ഉറപ്പാണ്. നമുക്കുള്ളിൽ ചെറിയൊരു സംശയം ഉണ്ടാകുമ്പോഴാണ് പലതും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ലഭിക്കാതെ ആകുമ്പോൾ നമുക്കുള്ളിൽ ചെറിയൊരു സംശയമാണ്, ഇതെന്താണ് എനിക്ക് കിട്ടാതിരുന്നത്. ഒന്നുകിൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കില്ല.
എന്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്നുള്ള നിലയ്ക്ക് വേണം പ്രാർത്ഥിക്കാൻ, പ്രപഞ്ചശക്തിയുടെ മുന്നിൽ അപേക്ഷിക്കാൻ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ എന്തിൽ നിന്നോ തെറ്റായൊരു കാര്യത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയാണെന്ന് മനസ്സിലാക്കണം. അടുത്തത് അബണ്ടൻസ്. നമ്മൾ കിങ് ഓഫ് പെൻറ്റക്കൽസ് വന്നിട്ട് അബണ്ടൻസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ തരത്തിലും മെറ്റീരിയൽ ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. അത് അബണ്ടൻസ് ആണ് പറയുന്നത്. ഇതെപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ടാവും റിലേഷൻഷിപ്പ് എപ്പോൾ ഫുൾഫില്ലാവും അല്ലെങ്കിൽ എപ്പോൾ അബണ്ടൻസ് വരും. എനിക്ക് തോന്നുന്നു അബണ്ടൻസ് നിങ്ങൾക്ക് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നുണ്ട്. ചിലർക്ക് എ ഇയർ ഫ്രം നൗ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ കളക്റ്റീവ് എനർജിയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി അനുസരിച്ചിരിക്കും. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങളുടെ ആക്ഷൻ അനുസരിച്ചിരിക്കും. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കും. ചിലർക്ക് എ ഇയർ ഫ്രം നൗ എന്ന് പറഞ്ഞിട്ട് ചിലർക്ക് കുറച്ചും കൂടി സമയമെടുക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ചില കർമ്മ ബാഗേജ് കൊണ്ടായിരിക്കാം. പലരുടെയും കർമ്മ ബാഗേജ് പല തരത്തിലാണ്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്ത് തന്നെയായാലും നല്ലതേ വരുള്ളൂ എന്ന് വിചാരിച്ച് ഉറച്ച് വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ടീ ലീഫ് ഗൈഡൻസ് കൂടി എടുക്കുക. നമുക്ക് എന്താ പറയണമെന്ന് നോക്കാം. Dogs getting together with friends. The success. Chair empty. X. Purse. Older man. അപ്പോൾ ഇതിൽ ചിലർക്ക് ഗെറ്റിംഗ് ടുഗദർ വിത്ത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുക, അവരായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. ഇത് തന്നെ വിഷമഘട്ടത്തിലായാലും സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക. നല്ല സുഹൃത്തുക്കൾ കേട്ടോ, നല്ല സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക. നല്ല രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. നിങ്ങളുടെ സ്വന്തം യുക്തി കൂടി അതിൻ്റെ കൂടെ പ്രയോഗിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ആ കാര്യങ്ങൾ എടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. സക്സസ്, അതായത് ഇത് കാണുന്ന ഭൂരിഭാഗം പേർക്കും സക്സസ് വരുന്നുണ്ട്. നമ്മൾ 10 ഓഫ് പെൻറ്റക്കിൾസ് കണ്ടു, നൈറ്റ് ഓഫ് കപ്സ് കണ്ടു, സൺ കാർഡ് കണ്ടു, ഏസ് ഓഫ് കപ്സ് കണ്ടു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതായിട്ട് എല്ലാ തരത്തിലുമുള്ള വിജയം വ്യൂവേഴ്സിൽ കാണുന്ന ഭൂരിഭാഗം പേർക്കും വരുന്നുണ്ട്. ചെയർ എംപ്റ്റി എന്ന് പറയുന്നുണ്ട്. സംവൺ ഈസ് ലീവിങ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, വേണ്ടാത്ത ചില ബന്ധങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ നിങ്ങൾക്ക് വേണ്ടാത്തതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രപഞ്ചം അവ നിങ്ങളിൽ നിന്ന് എടുത്തു കളയാണ്. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ഫോഴ്സസ് വർക്കിംഗ് അഗെയിൻസ്റ്റ് യു. നിങ്ങൾക്ക് സക്സസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കെതിരെ ജലസ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും, അസൂയുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമുക്കൊരു വാണിംഗ് ആണത്, നെഗറ്റീവല്ല, ഇതൊരു വാണിംഗ് ആണ്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ച് ഒഴിവാക്കാവുന്ന പ്രശ്നങ്ങൾ ഇതുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ബിസിനസ്സായാലും ചിലപ്പോൾ നമുക്ക് ഒരു ബിസിനസ്സിൽ പെട്ടെന്നൊരു പുരോഗതി വരുമ്പോൾ അതേ ഫീൽഡിലുള്ളവർ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും നിങ്ങളെ പെട്ടെന്നുള്ള നിങ്ങളുടെ വിജയം സഹിക്കാൻ പറ്റാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രപഞ്ചശക്തിയിൽ സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സംരക്ഷണം ലഭിക്കും. പേ അറ്റൻഷൻ ടു യുവർ ഫിനാൻസസ്. അപ്പോൾ നമുക്ക് ഒരു അബണ്ടൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഈ അബണ്ടൻസ് വെച്ചിട്ട് നമ്മൾ വെറുതെ അനാവശ്യമായ ചിലവുകളിലേക്കും ആർഭാടങ്ങളിലേക്കും പോവരുത്. അത് സൂക്ഷിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കുക. കിട്ടിയ പണം നല്ല രീതിയിൽ ഉപയോഗിച്ചാലാണ് നമുക്ക് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് തന്നത് അതേമാതിരി തന്നെ തിരിച്ചെടുക്കുമെന്ന് മനസ്സിലാക്കണം. കിട്ടുന്ന ധനം നമ്മൾക്ക് അത്രയും അനുഗ്രഹിച്ച പ്രപഞ്ചത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എൻ ഓൾഡർ മാൻ. ചിലപ്പോൾ ഒരു ഗുരുവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു മെൻറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ അഡ്വൈസർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒത്തിരി പ്രായമുള്ള മനുഷ്യനായിട്ടുള്ള അച്ഛനോ അങ്ങനെ ആ രീതിയിലുള്ള അമ്മാവനോ ആ രീതിയിലുള്ള ആരെങ്കിലുമായിട്ടുള്ളൊരു ഡീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ന്യൂ മൂൺ ഗൈഡൻസ് കൂടി എടുത്ത് നമുക്കിത് ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കാം. കുറച്ച് കാർഡ് എടുക്കുന്നുള്ളൂ. മൂൺ ഗൈഡൻസ് ന്യൂ മൂൺ ആയതുകൊണ്ട് മൂണിൻ്റെ എനർജി എടുക്കാതെ വയ്യ. ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. നേരത്തെ നമുക്ക് ട്രസ്റ്റ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് പറയണത് നിങ്ങളോട്. ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്തെന്ന്, വിശ്വാസത്തിന് പാറയെ പോലെ ഇളക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് നടക്കും, എന്ത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി പ്രപഞ്ചശക്തിയുടെ ഒരു അംശം തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ പ്രാണശക്തിയായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും നല്ല കാര്യങ്ങൾ കേട്ടോ, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളല്ല. ലോകസമസ്ത സുഖിനോ ഭവന്തോ എന്ന് ആ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കണം. എ ടൈം ഫോർ ഹീലിംഗ്. ഇതാ 5 ഓഫ് കപ്സിലിരിക്കുന്നവർക്കുള്ള നിർദ്ദേശമാണിത്. എ ടൈം ഫോർ ഹീലിംഗ്. വിഷമിച്ചിരുന്നതൊക്കെ മതി, ഇനി ഹീലിങ്ങിന് ഉള്ള തയ്യാറെടുപ്പെടുത്താൻ. ഹീലിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ. ഇപ്പോൾ സക്സസ് നമ്മൾ നേരത്തെ കണ്ടു, ഈസ് ഓഫ് കപ്സ് കണ്ടു. ഇതന്നെ പറയണം, നിങ്ങളുടെ സൺ കാർഡ് കണ്ടില്ലേ, ഇതെല്ലാം മാച്ചായിട്ട് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിജയത്തിനോട് വളരെയധികം അടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇപ്രാവശ്യം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റിയൊക്കെ കളഞ്ഞ് വിജയത്തിലേക്ക് അടുക്കാനാണ് നിങ്ങൾക്ക് ഉള്ള ഉപദേശം. അപ്പോൾ ഇത് നമ്മുടെ റീഡിങ്, ഇന്നത്തെ റീഡിങ് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രപഞ്ചശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ. താങ്ക് യു.